ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നേ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ. എപ്പോൾ നമ്മളിത് നിന്ന് ബെറുംചോറു ഇതെല്ലാം കാണിച്ചു തരുന്നത് എന്തോ പോലെയല്ലേ. അപ്പോൾ തിരക്ക് പിടിച്ച ഒരു ദിവസം തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം കൂടിയുള്ള ഒരു ദിവസം കേട്ടാ. എന്താന്നല്ലേ, ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്കിന്ന് പോവല്ലേ. എന്നാൽ പിന്നെ വേഗം തുടങ്ങിക്കോ. നമ്മൾ ഉള്ളി മുറിച്ചിടാനേ നല്ലോണം ഉള്ളിയെല്ലാം കുനുകുന അരിഞ്ഞിങ്ങെടുത്തോ. ഉള്ളിക്ക് സവാള എന്നല്ല പറയുങ്ങളാട്ടിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. എന്നാൽ പിന്നെ വേഗം പോയിട്ട് നമ്മളെ സവാളയെല്ലാം കുറച്ച് എണ്ണയിലിട്ട് നല്ലോണം വാട്ടി ഇങ്ങെടുക്കണം കേട്ടോ. ഇത് ബീഫ് ബിരിയാണീൻ്റെ പരിപാടിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണേ. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ എടുത്തോ. ഉള്ളി നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് നല്ല പോലെ പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കണം കേട്ടോ. നിങ്ങളെ വീട്ടിലിങ്ങനെ തന്നെയാ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. എപ്പോൾ നമ്മളെന്തെങ്കിലും പരിപാടി കഴിക്കുന്നതാണ്. പക്ഷേ ആ ദിവസം നല്ലൊരു രസമായിരിക്കും. നമുക്ക് വിശക്കൂല, പക്ഷേങ്കിലെന്താ നമുക്ക് ദാഹിക്കൂല. എന്നാലും ആ ദിവസത്തിൻ്റെ പ്രത്യേകത വേറെ തന്നെ ഒരു രസമല്ലേ. എന്നാൽ പിന്നെ നമ്മളെ ബീഫില്ലേടോ, ബീഫ് വേഗം പോയിട്ട് വേപ്പിച്ചിങ്ങെടുക്കാം. അപ്പോൾ കുക്കറിലാട്ടാ ഇടുന്നത്. ഇതിൻ്റെ മുമ്പേ ഉള്ള ബീഫ് വേപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് സവാള മിക്സും ചേർത്ത് നല്ലോണം 3-4 വിസിൽ അടിച്ചിങ്ങെടുത്തോ. എന്നിട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ഇല്ലേടോ, തക്കാളിയും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കിക്കട്ടാ. നിങ്ങളെങ്ങനെയാണ് ബീഫ് ബിരിയാണി വെക്കൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ഒരു 12 കിലോ ബീഫിൻ്റെ ബിരിയാണി കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് ബീഫ് നല്ലോണം വേപ്പിച്ചിങ്ങെടുത്തട്ടാ. ഒരു 3-4 വിസിലായിട്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് നമ്മളെ ബീഫിൻ്റെ സ്റ്റോക്കില്ലേ, അതായത് ബീഫ് വേപ്പിച്ചിട്ട് നമ്മൾ വെള്ളം പാർന്നിക്കില്ലെങ്കിൽ തന്നെ ബീഫിൽ നിന്നൊരു വെള്ളം വരില്ല. ആ വെള്ളം എടുത്ത് നമ്മൾ നേരെ ഉള്ളിയിലേക്ക് പാർന്ന് ആ വെള്ളം നല്ല പോലെ തിളച്ച് കുറുകി വരണം കേട്ടോ. എങ്ങനെയാ നമ്മൾ ഉള്ളീൻ്റെ മസാലയിലേക്ക് ആ വെള്ളം നമ്മളെ ബീഫിൻ്റെ ടേസ്റ്റില്ലേ, ബീഫിൻ്റെ ടേസ്റ്റെല്ലാം പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എടുത്തത്. എന്നിട്ടോ നമ്മൾ വേപ്പിച്ച് വെച്ച ബീഫില്ലേ നല്ലോണം കുറുകി വന്നാൽ ബീഫും ചേർത്ത് ഇത് 3/4 വേവാണ് നമ്മളെ ബീഫ് വേപ്പിക്കാവൂ. ഫുള്ളും നിങ്ങൾ വേപ്പിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ 3/4 വേപ്പിച്ച് നമ്മളെ ബീഫ് എടുത്ത് നല്ലോണം ഇളക്കി ഇങ്ങെടുത്തോ. നിങ്ങളെ പുരയിലെല്ലാം പരിപാടി ഉണ്ടായി ഇങ്ങനെയാണ്. എന്ത് ബിരിയാണി വെക്കുക ഒന്ന് കമൻറ്റ് ചെയ്യടോ, നമുക്ക് നോക്കാമല്ലോ. എന്നിട്ടോ നല്ലോണം മസാലയൊക്കെ കിടന്ന് ഈ ബീഫ് വേപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്കൊരു പണിയുണ്ട്. എന്ത് തന്നല്ലേ, നമ്മൾ നേരത്തെ മഞ്ഞളും മുളകും നമ്മളെ തൈരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ട് നല്ലോണം പൊരിച്ച് വെച്ച ചിക്കനില്ലേ, അല്ല കുഴച്ച് വെച്ച ചിക്കനടോ, അത് നേരെ കൊണ്ടുപോയി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇതെന്തിനാ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതെന്നല്ല, ഇത് ബീഫ് കൂട്ടാത്ത മഹത് വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന. അതാരാ ഈ മഹത് വ്യക്തികൾ എന്നല്ലേ, അതിൽ ഞാനും പെടുട്ടാ. എനിക്കൊന്നും ബീഫ് പറ്റൂല. അപ്പം നമുക്ക് ചിക്കൻ വേണം. പിന്നെ അതിൻ്റെ സൈഡിലുള്ള പത്തിലൊന്നും നിങ്ങൾ നോക്കണ്ട, അത് ഞാളെ രാവിലത്തെ പരിപാടി കേട്ടാ. എന്നാൽ പിന്നെ വേഗം പോയിട്ട് എന്ത് പണിയെടുത്തോ, നല്ലോണം ചെറുപയർ എടുത്തോട്ടാ. ഇത് ചെറുപയർ സംഭവം ഞാൾ നമ്മളെ വറുത്ത ചെറുപയറാണേ വാങ്ങിയത്. അല്ലേ പിന്നെ എന്ത് പണിയെടുക്കൂ, അടപ്രഥമൻ ഉണ്ടാക്കലുണ്ടാവില്ല. കാരണം ഇത് കുറച്ച് മെനക്കെട്ടുള്ള പണിയല്ലേ, ഈ ചെറുപയർ വറുക്കാനല്ല അരിക്കാവൂലേ. അപ്പം പിന്നെ വറുത്ത ചെറുപയർ വാങ്ങി നേരെ വേപ്പിക്കാൻ വേണ്ടി വെച്ചിക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണ്ടേ. 1-ാം പാൽ വേറെ എടുക്കണം, 2-ാം പാൽ വേറെ എടുക്കണം. ഈ പ്രഥമന് പകരം നമുക്ക് സേമിയായിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. സിമ്പിൾ പരിപാടിയല്ലേ, എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ പായസത്തിനെ വെല്ലാനാവൂലെങ്കിലും നമുക്ക് ആ പായസം സിമ്പിളായിരുന്നു. എന്നിട്ട് വെല്ലം ഇട്ടിട്ടോ നമ്മൾ 1-ാം പാലും 2-ാം പാലെല്ലാം പാർന്ന് നല്ലോണം എന്ത് പണിയെടുത്തോ, ഈ ചെറുപയറെല്ലാം നല്ലോണം ഇതാക്കി ഇങ്ങെടുത്തോ, എന്താക്കിയിട്ട് വേപ്പിച്ചിങ്ങെടുത്തോ. എന്നിട്ടോ ഉപ്പിടാൻ മറക്കണ്ടേ, പിന്നെ അവസാനം ഉപ്പിടാണ്ട് ആയിപ്പോണ്ട പായസം കേട്ടാ. അപ്പോൾ നമ്മളെ ഏലക്കായ് പൊടി ഇട്ട് നല്ല പോലെ ഇളക്കി എടുത്തോട്ടോ, നല്ല പോലെ ഇളക്കി പതപ്പിച്ചിങ്ങെടുക്കണം. അപ്പോഴത്തെ അമ്മക്ക് ഒരു പണിയും കൂടി ബാക്കിയുണ്ടോ. എന്തെന്നല്ലേ, നിങ്ങൾ ഇതുവരെ പോയിക്കില്ലേ നമ്മളെ ബോർഡ് എടുത്ത് മുറിച്ചിടാൻ. നിങ്ങളെന്ത് മനുഷ്യന്മാരാടോ. വേഗം പോയിട്ട് ഒരു ചെറിയ കുഞ്ഞു ബോർഡ് തന്നെ എടുത്തട്ടാ. ഒരു കുഞ്ഞു ബോർഡ് എടുത്ത് നല്ലോണം ആർക്കേൽ
RKGയിലിട്ട് പൊരിച്ചിങ്ങെടുത്ത്. നിങ്ങൾ ഇതുവരെ പോയിക്കില്ലല്ലേ? എന്നാൽ വേഗം പോയിട്ട് RKGയിലിട്ടിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത തേങ്ങ, അതായത് ബോടയാണേ. ബോടാന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലെന്നാ പറയുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറ, നമുക്കും കൂടി അറിയാമല്ലോ. എന്നാൽ പിന്നെ അത് RKGയിലിട്ട് നല്ലോണം മൂപ്പിച്ചിങ്ങെടുത്തോ. മൂപ്പിക്കാന്ന് വെച്ചാൽ നല്ലോണം പൊരിച്ചിങ്ങെടുത്തേട്ടാ. നമ്മളെ അങ്ങനെ നല്ലോണം പൊരിച്ചിങ്ങെടുത്തേ. നമ്മളെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് നമ്മളെ അതിലേക്ക് തിളച്ച് മറിയുന്ന പായസത്തിലിട്ട് അത് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് നെയ്ച്ചോറിൻ്റെ പണി നോക്കണ്ടേ? എന്നാൽ വേഗം വന്നോളി, ഉണ്ടാക്കിക്കളിയാ. അതിനെന്ത് പണിയെടുക്കണോ? നമ്മളെ കയമാരില്ലേ, നല്ല അടിപൊളി ബിരിയാണി, ചെറിയ റൈസ് കേട്ടോ. അപ്പം നമ്മളെ കയമാരി നല്ലോണം കഴുകി എടുക്കണേ. 1-2 പ്രാവശ്യം ഒന്നും കഴുകിയാൽ പോരെ, ഒരു 5-6 പ്രാവശ്യം, 5-8 പ്രാവശ്യം എന്തായാലും കഴുകി എടുത്തോ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പണിയെടുക്കാം? ഒരു ബട്ട വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, ഡാൽഡ, ഇത് രണ്ടും ഇട്ട് നല്ലോണം ചൂടാക്കി എടുക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരബദ്ധം പറ്റിക്ക്. അത് ഞാൻ പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടുപിടിച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പം നമ്മളെ ഏലക്കായ്, കറപ്പ, ഗ്രാമ്പൂ, പിന്നെ നമ്മളെ പെരിഞ്ചീരകം എല്ലാം ഇട്ട് നല്ലോണം പൊട്ടി വരുന്നവരുണ്ടല്ലോ, നമ്മളെ കറിവേപ്പിലയും പിന്നെ നമ്മളെ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് നല്ലോണം വയറ്റി ഇങ്ങെടുക്കണേ. നല്ല പോലെ വയറ്റി വന്ന കളറ് മാറേ, ഒരിക്കലും ഉള്ളീൻ്റെ കളർ മാറരുത്. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വെള്ളം പാരണം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമായിരിക്കണം നമ്മളെപ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എങ്ങനെ? 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇതെങ്ങനെ ഇനി അളക്കൂ? 1 ഗ്ലാസ് അളക്കാൻ നിന്നാൽ ഇത് നേരം വെളുക്കൂന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ബട്ടയിൽ നിങ്ങൾ എന്ത് പണിയെടുത്തോ, ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരി നല്ലോണം ഇട്ട് വെച്ചോ. എന്നിട്ട് പാത്രം നിറച്ചുവാണെങ്കിൽ പാത്രം നിറച്ച് വെള്ളം അതിൻ്റെ പകുതി പിന്നെയും എടുത്താൽ മതി കേട്ടോ. അങ്ങനെ തിളച്ച് മറിഞ്ഞ് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ നല്ല അരിയിട്ട്, ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. ഉപ്പ് നോക്കി ഇടണേ. അപ്പാട് ഭാര്യ ഇടണ്ട, അപ്പാട് കുറച്ചും കളയണ്ട. അപ്പം നല്ലോണം അരിയിട്ട് ഇളക്കി വെക്കണം. ഇതെന്താ പരിപാടി എന്നല്ലേ, നമ്മളെ മസാല ദമ്മിടുന്നതിൻ്റെ പരിപാടിയും പിന്നെ കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പം പിന്നെ എന്ത് പണിയെടുത്തോ, വേഗം പോയിട്ട് സവാളയും പിന്നെ നമ്മളെ ക്യാരറ്റും പിന്നെ നമ്മളെ കക്കിരിക്കും മുറിച്ചിങ്ങിട്ടാ. അപ്പം നമ്മളെ ചോറ് കുറച്ചൊന്ന് ഇതുപോലായി വരുന്നേരം നമ്മളെ ക്യാരറ്റും കൂടിയിട്ട് നല്ലോണം മൂടി വെച്ചിട്ടാ. നല്ലോണം മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചോറങ്ങ് വന്നോക്കാം. സെറ്റ് അടിപൊളി തന്നെ കേട്ടോ. അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വെറുതെ അറിയുന്നതെന്ന്. സംഭവം ഇപ്പാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റി. എന്തെന്നല്ലേ, 15 കിലോ അരി ഞങ്ങൾ വെറും 12.5 കിലോ വെക്കുന്ന ചെമ്പിൽ, അതായത് ബട്ടയിൽ വെച്ചടോ. അങ്ങനെ പണിപ്പാളി ഗേയ്സ് എന്ന് പറയാൻ വരട്ടെ. പണി പാളിക്കൊന്നുമില്ല കേട്ടോ. നമ്മളെന്ത് പണിയെടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം അങ്ങ് ആക്കിക്ക്. സംഭവം എൻ്റെ ഉമ്മ വലിയൊരു കുക്കൊന്നല്ലെങ്കിലും അമ്മക്ക് ഒപ്പിക്കാൻ പറ്റിയ കുക്കാണ് കേട്ടോ. ഞാളിടയിൽ അടിപൊളി കുക്കാണ്. ആ കുക്ക് എന്ത് പണിയെടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചോറങ്ങ് ഒപ്പിച്ചെടുത്ത്, എന്നിട്ടോ നല്ലോണം ഇളക്കി ഇങ്ങെടുത്ത്. പക്ഷേ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ബീഫിൻ്റെ മസാലയൊക്കെ കിടന്ന് ബീഫെല്ലാം വെന്ത് ഒരു മണം വരുന്നുണ്ട്. വടച്ചോനെ അടിപൊളി മണം കേട്ടോ. അതിൻ്റെ മേലേക്ക് എന്ത് പണിയെടുത്തേക്ക് നമ്മളെ മല്ലിച്ചപ്പിട്ട് പിന്നെ നമ്മളെ ചോറിലേടോ മേലെ മാത്രം എടുത്തിടുന്നുണ്ട്. കാരണം താഴെ ഇളക്കാനായിക്കില്ലല്ലോ. അപ്പോൾ 2 ലെയറാക്കിയിട്ടാണ് ഞങ്ങൾ ദമ്മിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലെയറിൽ നമ്മളെ ബീഫിൻ്റെ മസാലയിലേക്ക് ചോറിട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി. ഇപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ചോറ് നല്ല പോലെ ഇളക്കി വന്നത്. അടിയിൽ നിന്നും മേലെ നിന്നെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടി കേട്ടോ. എന്നിട്ടോ നമ്മൾ ചോറിൻ്റെ മേലേക്ക് കുറച്ച് മസാലപ്പൊടി പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചൊരു സാധനമില്ലേ, നിങ്ങളോട് മറന്നോ ഇത്ര പെട്ടെന്ന് എന്തെന്നല്ലേ, നമ്മളെ സവാളയും പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പെല്ലാം അതെല്ലാം അതിൻ്റെ മേലേക്കിട്ട് കുറച്ച് കളർ കലക്കി വെച്ചിക്കില്ല. എന്തെന്നാ മച്ചാമാരെ, നിങ്ങൾ കളറെല്ലാം അങ്ങ് കലക്കി വെക്കണ്ടേ? എന്നാൽ പിന്നെ വേഗം പോയിട്ട് കളറെല്ലാം അങ്ങ് കലക്കി കേട്ടാ. അങ്ങനെ കളറ് കലക്കിക്കില്ലെങ്കിലും തോന്നിയെടുത്തോ കുറച്ച് പനീറിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു കേട്ടാ. മഞ്ഞപ്പൊടി ഇട്ട് കലക്കി അതും പറഞ്ഞ് നമ്മൾ RKG ഇട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ
വെച്ചാലും മതി കേട്ടാ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ അടിപൊളി ബീഫ് ബിരിയാണി റെഡി. ഇതാട്ടാ ഞങ്ങളെ ചെറിയ പരിപാടി. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ എല്ലാം വിളിച്ച് ഏതെങ്കിലും ഒരു നേരം ചോറ് കൊടുത്താൽ അതിലും വലിയ സന്തോഷം നമുക്ക് വേറെന്താ അല്ലേ. നമ്മളെ കുടുംബക്കാരെയും അയൽക്കാരെല്ലാം വിളിച്ച് എന്തെങ്കിലും ഒരു പരിപാടി പറഞ്ഞ് ഇടയ്ക്കൊരു ചോറ് കൊടുക്കുന്നത് അതൊരു സന്തോഷമുള്ള കാര്യം അല്ലേ. അപ്പം പിന്നെ നമ്മൾ ഓയൽച്ചൊന്നും നമ്മൾ നോക്കുകയില്ല. നമ്മളെ വെറുതെ കഷ്ടപ്പെടുന്നതാന്ന് നമുക്ക് തോന്നുകയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടാ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു ബിരിയാണിയിൽ ഒതുക്കിയോന്ന്. അങ്ങനെയല്ലടോ. നമ്മളെ കദളിപ്പയുണ്ട്, ബത്തക്കുണ്ട്, പിന്നെ കൈതച്ചക്ക ഉണ്ട്, അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെ എന്നാ നമ്മളെ മെയിൻ തരം ഫിഷ് ഫ്രൈ അടക്കം ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.